ഈ കെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ അർച്ചനയുടെ അച്ഛനാണ്. വളർന്നു വലുതായി വലിയ നേതാവൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നന്ദി കാണിക്കാത്തോ പോകട്ടെ, അവരെ ഉപദ്രവിക്കാനാണ് അവൻ ശ്രമിച്ചത്. അർച്ചനയുടെ അച്ഛനെ പറഞ്ഞു പറ്റിച്ചും ഭീഷണിപ്പെടുത്തിയും ഒരുപാട് സ്വത്തുക്കളും അവൻ കൈവശപ്പെടുത്തി. അവസാനം അവന്റെ നോട്ടം അർച്ചനയിലും എത്തി. കള്ളവാറ്റും കഞ്ചാവ് കടത്തുമൊക്കെയായി കഴിയുന്ന ഒരുവനെ ഭർത്താവായി സ്വീകരിക്കാൻ അർച്ചന തയ്യാറായില്ല. അന്ന് തുടങ്ങിയതായി വാശി. അർച്ചന മിൽസ് ഇന്നും പൂട്ടിക്കിടക്കുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെയാണ്. അയാൾക്ക് അർച്ചന നായരെ വിവാഹം കഴിക്കാൻ പറ്റാത്തുള്ള നിരാശ കൊണ്ട് പട്ടുകിടക്കുന്ന ഇന്നാട്ടിലെ നൂറുകണക്കിന് കുടുംബങ്ങളാ. അതൊന്നും മനസ്സിലാക്കാതെ എല്ലാവരും അവന് ജയ് വിളിക്കുന്നു. രാമചന്ദ്രനെങ്കിലും ആ കൂട്ടത്തിൽ പെടരുത്. അർച്ചന നിരപരാധിയാണ്. ഈ കമ്പനി ഇവിടെ തുടങ്ങിയതിന്റെ പേരിൽ ആ കുട്ടി ഒരുപാട് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും അതിനെ ഉപദ്രവിക്കരുത്. ജി കെ അവന്റെ ആളുകളെയും ചേർത്ത് നിൽക്കാനുള്ള ധൈര്യം കാണിച്ചത് രാമചന്ദ്രൻ മാത്രമാണ്. രാമചന്ദ്രൻ കമ്പനി ഏറ്റെടുത്ത് നടത്തുമെന്ന് തന്നെയാണ് അർച്ചന ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇനി രാമചന്ദ്രന് തീരുമാനിക്കാം എന്താണ് വേണ്ടത്. കളിയാക്കണോ? വിളിക്കണോ? ഇത്രയും നാള് ഷേക്ക് ഷേക്ക് എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് ഇപ്പൊ ഇങ്ങനെയായോ? ഓ, ഇങ്ങനെയാണ് ഞങ്ങളുടെ യോഗം തീരുമാനിച്ചത്. കമ്പനി ആരേറ്റെടുത്താലും വേണ്ടില്ല, 89 ഡിമാൻഡ്സ് അപ്പടി അംഗീകരിച്ച് കിട്ടണം. അത് അംഗീകരിക്കാൻ പറ്റാത്തോണ്ടല്ലേ കമ്പനി ആണ് പൂട്ടിയിട്ടത്. അത് അംഗീകരിച്ചിട്ട് കമ്പനി തുറന്നാ മതി. തോറ്റിട്ടില്ല 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 തോറ്റിട്ടില്ല. നമസ്കാരം. എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് ആരായാലും ഇവിടെ കമ്പനി തുറക്കൂ. അതിനിങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും നമുക്ക് സമാധാനപരമായ ഒരു ചർച്ചയിലൂടെ തീരുമാനിക്കാം. അതെ, അതാണ് അതിന്റെ ശരി. നമുക്കൊരു ചർച്ചയിലൂടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം. ൽ ഉന്നയിച്ച ഡിമാൻഡ് അതേപടി അംഗീകരിച്ച് കിട്ടണമെന്ന് ഇപ്പോഴും വാശി പിടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സർ. ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് 3 കൊല്ലം മുമ്പ് ഞങ്ങൾ സമരം ചെയ്തതും ഇത്രയും കാലം തൊഴിലാളികൾ പട്ടിണി കിടന്നതും. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. തൊഴിലാളികൾക്ക് വേണ്ടി ഓരോ മാസവും 3-4 ലക്ഷം രൂപ നഷ്ടം സഹിച്ച് ഒരു ഫാക്ടറി നടത്തിക്കൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഇമ്പോസിബിൾ. കുറെയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ സർ. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറില്ല. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച സാധ്യമല്ല. അവരെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞാൽ മതി. കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് അറിയട്ടെ. ഇവർക്കൊക്കെ വേണ്ടിയാ ഞാൻ ഈ സംരംഭത്തിന് തുനിഞ്ഞത്. ഒരു മാസത്തിൽ ഏകദേശം 4 ലക്ഷം രൂപയെങ്കിലും നഷ്ടം വരുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ ഞാൻ അംഗീകരിക്കണമെന്നാണ് ജി കെ പറയുന്നത്. അത് ഞാൻ അംഗീകരിച്ചാൽ നമ്മളെ വിശ്വസിച്ച് ഇവിടെ ഒരു സ്ഥാപനം നടത്താൻ തയ്യാറായ ഈ ഷേക്ക് കുത്തുവാള എടുക്കും.
കുത്തുവാള പോലുള്ള ഒരു വൃത്തികെട്ട സാധനം ഇയാളെ കൊണ്ട് എടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നഷ്ടത്തിന്റെ കള്ളക്കഥകൾ ഉണ്ടാക്കി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് കൊള്ളലാഭം ഉണ്ടാക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ചോര വിയർപ്പാക്കി ജോലി ചെയ്യുന്നവന് അതിന്റെ കൂലിയും കൂടിയേ തീരൂ. ഇനി ഈ ചർച്ച ഈ നിലയിൽ തുടരുന്നതിൽ അർത്ഥമില്ല. വേണ്ട, നമുക്ക് ഇതിന്റെ അടുത്ത നിലയിലേക്ക് പോവാം. കോൺഫറൻസിൽ തമാശ വേണ്ട, ഈ നിലയിൽ തന്നെ മതി. ശരി. നിങ്ങൾ പറഞ്ഞ വ്യവസ്ഥകൾ പ്രകാരം ഈ കമ്പനി ലാഭത്തിൽ ഓടിക്കാമെന്ന് GK ഉറപ്പുണ്ടോ? 100% എനിക്ക് ഉറപ്പുണ്ട്. കണക്കുകളൊക്കെ കുറെ എനിക്കും അറിയാവേ. എങ്കിൽ ഈ കമ്പനി GK ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത്രയും പേരെ സാക്ഷി നിർത്തിയാണ് ഞാൻ പറയുന്നത്. ഈ കമ്പനി GKക്ക് വിട്ടുതരാം. അത് ഏറ്റെടുത്ത് 1 വർഷമെങ്കിലും നടത്തിയാൽ മതി. അതിനുവേണ്ടി ഒരു പൈസ പോലും GK മുടക്കണ്ട. എത്ര രൂപ ലാഭം കിട്ടിയാലും GKക്ക് എടുക്കാം. പക്ഷേ നഷ്ടം വന്നാൽ GK തന്നെ സഹിക്കണം. അതിനുവേണ്ടി GKയുടെ സ്വത്തുക്കൾ ഈട് തരേണ്ടി വരും. ഒരു ഉറപ്പിന് മാത്രം. കാശ് വല്ല അറബിയുടെ അല്ലേ? അർച്ചന മിൽസ് GK ഏറ്റെടുക്കുന്നതിൽ അനുകൂലിക്കുന്നവരാരൊക്കെയാണ്? ഭൂരിപക്ഷം പേരും അനുകൂലിക്കുന്ന സ്ഥിതിക്ക് GK തന്നെ കമ്പനി ഏറ്റെടുത്ത് തൊഴിലാളികളോടുള്ള ആത്മാർത്ഥത തെളിയിക്കാൻ തയ്യാറാവണം. എന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യാനല്ല ഈ ചർച്ച, തൊഴിൽ തർക്കം പരിഹരിക്കാനാ. തൽക്കാലം അത് തീർത്താൽ മതി. അതിങ്ങനെ തീരൂ. ഒന്നുകിൽ ന്യായമായ വ്യവസ്ഥകൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ GK പറഞ്ഞ വ്യവസ്ഥകൾ അനുസരിച്ച് GK തന്നെ കമ്പനി നടത്തണം. ഇതിന് രണ്ടിനും തയ്യാറല്ലെങ്കിൽ ഞാൻ ഷേഖിനെയും കൂട്ടിക്കൊണ്ട് വല്ല തമിഴ്നാട്ടിലും പോകും. ഒരു കുഴപ്പമില്ലാതെ കമ്പനി നടത്തും. അർച്ചന മിൽസ് ഇനി തുറക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് GKയും പിന്നെ നിങ്ങളുമാണ്. ഷേഖ് അഹമ്മദ് ഗൽത്താൻ ആയിയേ. യാ അല്ലാഹ്. നീ എന്തൊക്കെ വെളിവുകേട് അവിടെ വിളിച്ചു പറഞ്ഞത്? ഇനി കമ്പനി ഏറ്റെടുത്ത് നടത്താൻ GK സമ്മതിച്ചാൽ എന്ത് ചെയ്യും? അതിനയാൾ സമ്മതിച്ചിട്ട് വേണ്ടേ? കമ്പനി GK ഏറ്റെടുത്താൽ അയാൾക്ക് നഷ്ടം വരുന്നത് ലക്ഷങ്ങളായിരിക്കും. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും അയാൾക്ക് തന്നെയാണ്. അയാളായിട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ തൊഴിൽ കുഴപ്പങ്ങളും ഇപ്പൊ അയാളുടെ തലയിലാണ്. ഇനി എല്ലാത്തിനും പരിഹാരം അയാൾ തന്നെ കാണട്ടെ. അതൊരു നല്ല ഐഡിയ അല്ലേ? ഞങ്ങൾ GK ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ അയാൾ തയ്യാറല്ല. തയ്യാറാവില്ല. കാരണം സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് പോകുമ്പം ദണ്ണം എല്ലാവർക്കും ഉണ്ടാവും. ഏതായാലും ഞങ്ങളൊന്ന് തീരുമാനിച്ചു. ഞങ്ങൾക്ക് വേണ്ട ജോലിയാണ്, അല്ലാതെ പാർട്ടിയോ നേതാവോ ഒന്നുമല്ല. രാമേന്ദ്രൻ മുതലാളി കമ്പനി തുറക്കാൻ തയ്യാറാണെങ്കിൽ ജോലി ചെയ്യാൻ ഞങ്ങളും തയ്യാറാ. ഞങ്ങൾക്ക് ന്യായമായ കൂലി കിട്ടിയാൽ മതി. അങ്ങനെ വെറുതെ ഒന്നും സമ്മതിക്കണ്ട. ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഒരു ലേബർ ഓഫീസറുടെ മുമ്പിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാം. അതുമല്ല, ജോലിക്ക് കയറാൻ തയ്യാറാവുന്ന തൊഴിലാളികൾക്ക് കഴിഞ്ഞ 3 വർഷത്തെ ശമ്പളത്തിന്റെ 20% ഫ്രീ ആയിട്ട് തരാമെന്നും ഷേഖ് സമ്മതിച്ചിട്ടുണ്ട്. 20% എന്ന് പറയുന്നത് അത്ര കുറവൊന്നുമല്ല. അത് തന്നെ 6-7 ലക്ഷം രൂപ വരും. ഈ തുക നാളെ തന്നെ ഷേഖ് വിതരണം ചെയ്യും. മതി 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 മതി. തൽക്കാലം എല്ലാവരും പിരിഞ്ഞു പോയട്ടെ. നാളെ കാലത്ത് കാണാം. രാമേന്ദ്ര, നീ സത്യം പറയും. നിനക്ക് തലക്ക് നല്ല വെളിവില്ലേ? ഇങ്ങനെ വട്ട് കളിച്ച് ബാക്കിയുള്ളതിനെ കൂടി കൊലക്ക് കൊടുക്കാൻ എന്റെ ഉദ്ദേശം. 6-7 ലക്ഷം രൂപ എന്നൊക്കെ വെറുതെ പുല്ലുവലല്ലേ പറയുന്നത്? നീ എന്താ വല്ല ബാങ്കും കൊള്ളയടിക്കാൻ പരിപാടി ഇട്ടിട്ടുണ്ടോ? എന്തിനാടാ ബാങ്ക് കൊള്ളയടിക്കുന്നത്? ലോക ബാങ്ക് അല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. ദുബായിലെ സുൽത്താൻ ഷേഖ് അഹമ്മദ് ഗൽത്താൻ കോടികളുമായിട്ടല്ലേ കമ്പനി തുടങ്ങാൻ എത്തിയിരിക്കുന്നത്. 7 ലക്ഷം രൂപയൊക്കെ വെറും നിസ്സാരം. അതിവൻ നാളെ രാവിലെ കൊടുത്തോളൂ. എന്റെ ഈ കാശൊന്നും ഇല്ലാട്ടാ. അതൊക്കെ നാളെ രാവിലെ തൊഴിലാളികൾ വരുമ്പോ അവരോട് പറഞ്ഞാൽ മതി. അല്ല, അതല്ല ഞാനേ. മാറേ അടിമക്കന്നെ ഞാനേ. അതെ, ഒരു മനുഷ്യനെ ജീവനോടെ പിച്ച് കീറുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നാളെ രാവിലെ കാണാൻ പോവാ.